ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ടോപ്പിക്കിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഓക്സി അസറ്റിലിംഗ് വെൽഡിംഗ് OIW പ്രോസസ് ഉപയോഗിച്ച് ഫ്ലാറ്റ് 1x പൊസിഷനിൽ കോപ്പർ ഷീറ്റ് T ജോയിന്റ് വെച്ച് SSC3 സിൽവർ ബ്രേസിംഗ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഈ ടോപ്പിക്കിന്റെ അവസാനം നിങ്ങൾ ഇനി പറയുന്നത് ചെയ്യാൻ പ്രാപ്തരാകും. 150 mm നീളവും 50 mm വീതിയും 2 mm കനവുമുള്ള കോപ്പർ ഷീറ്റും സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റും തയ്യാറാക്കുക. സിൽവർ ബ്രേസിംഗിന് വേണ്ടി ഫ്ലാറ്റ് പൊസിഷനിൽ T ജോയിന്റ് സെറ്റ് ചെയ്യുക. പര്യാപ്തമായ അളവിൽ ഫില്ലർ മെറ്റൽ ഉപയോഗിച്ച് ബീഡ് ഡെപ്പോസിറ്റ് ചെയ്യുക. എന്തെങ്കിലും സർഫസ് ഡിഫക്ട്സുകൾ അറിയാൻ T ജോയിന്റ് പരിശോധിക്കുക. ഇപ്പോൾ നമുക്ക് ഓക്സി അസറ്റിലൈൻ വെൽഡിംഗ് പ്രോസസ് ഉപയോഗിച്ച് കോപ്പർ ഷീറ്റ് T ജോയിന്റിൽ SS ഷീറ്റിൽ സിൽവർ ബ്രേസിംഗിന് ആവശ്യമായ ഉപകരണങ്ങൾ എന്തെല്ലാമാണെന്ന് കാണാം. സ്റ്റീൽ റൂൾ, സെന്റർ പഞ്ച്, ബോൾ പിൻ ഹാമർ, ആംഗിൾ ഗ്രൈൻഡർ, ഹാഫ് റൗണ്ട് ഫയൽ, ബെഞ്ച് വൈസ്, ട്രൈ സ്ക്വയർ, ചിപ്പിംഗ് ഹാമർ, സ്റ്റീൽ വയർ ബ്രഷ്, സേഫ്റ്റി ക്ലോത്തിങ്, ഗ്ലൗസ്, PP കിറ്റ്. നോസിൽ നമ്പർ 7, CCMS ഫില്ലർ റോഡ് 3 mm, ഓക്സിജനും അസറ്റിലൈൻ സിലിണ്ടറും, സിലിണ്ടർ കീ, ടിപ്പ് ക്ലീനർ, സ്പാർക്ക് ലൈറ്റർ, ഗ്യാസ് വെൽഡിംഗ് ഗോഗിൾസ്. ഇപ്പോൾ നമുക്ക് ഓക്സി അസറ്റിലൈൻ വെൽഡിംഗ് പ്രോസസ് ഉപയോഗിച്ച് കോപ്പർ ഷീറ്റ് T ജോയിന്റിൽ SS ഷീറ്റിൽ സിൽവർ ബ്രേസിംഗിനുള്ള പ്രീ വെൽഡിംഗ് തയ്യാറെടുപ്പുകളെ കുറിച്ച് നോക്കാം. സംരക്ഷിത വസ്ത്രങ്ങൾ ധരിക്കുക. 150 mm നീളവും 50 mm വീതിയും 2 mm കട്ടിയുമുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റ് ഷിയറിംഗിലൂടെയോ ഗ്രൈൻഡിങ്ങിലൂടെയോ ഫൈലിംഗിലൂടെയോ മുറിക്കുക. mm നീളവും 50 mm വീതിയും 2 mm കട്ടിയുമുള്ള കോപ്പർ ഷീറ്റ് ഷിയറിംഗിലൂടെയോ ഗ്രൈൻഡിങ്ങിലൂടെയോ ഫൈലിംഗിലൂടെയോ മുറിക്കുക. ഒരു സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് ബേസ് മെറ്റൽ ക്ലീൻ ചെയ്യുക. ബേസ് മെറ്റലായി SS ഷീറ്റ് സെറ്റ് ചെയ്യുക. നീളത്തിനോടൊപ്പം കോപ്പർ ഷീറ്റ് SS ഷീറ്റിലോട്ട് പെർപെൻഡിക്കുലറായി നിർത്തുക. വെൽഡിംഗ് ടേബിളിൽ T ജോയിന്റായി ഷീറ്റുകൾ സെറ്റ് ചെയ്യുക. ഓക്സിജന്റെയും അസറ്റിലിന്റെയും സിലിണ്ടർ വാൽവുകൾ പതിയെ തുറക്കുക. വർക്കിംഗ് പ്രഷർ സെറ്റ് ചെയ്യുക. ഷീറ്റിന്റെ കനത്തേക്കാൾ 1-2 വലിയ സൈസുള്ള നോസിൽ സെലക്ട് ചെയ്യുക. 40 മുതൽ 50% വരെ വെള്ളിയും 15 മുതൽ 25% വരെ സിങ്കും ശേഷിക്കുന്നത് കോപ്പറുമുള്ള 1.6 mm ഫില്ലർ റോഡ് തിരഞ്ഞെടുക്കുക. ഒരു സ്പാർക്ക് ലൈറ്റർ ഉപയോഗിച്ച് ഫ്ലെയിം ജ്വലിപ്പിക്കുക. ചെറുതായി ഓക്സിഡൈസിംഗ് ഫ്ലെയിം സെറ്റ് ചെയ്യുക. ഷീറ്റിന്റെ ഓരോ അറ്റങ്ങളിലും ജോബ് ടാക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഓക്സി അസറ്റിലൈൻ വെൽഡിംഗ് പ്രോസസ് ഉപയോഗിച്ച് കോപ്പർ ഷീറ്റ് T ജോയിന്റിൽ SS ഷീറ്റിൽ സിൽവർ ബ്രേസിംഗിനുള്ള വെൽഡിംഗ് പ്രോസസ്സുകളെ കുറിച്ച് നോക്കും. ഒരു വെൽഡിംഗ് പൊസിഷനറിൽ ഫ്ലാറ്റ് പൊസിഷനിൽ ജോയിന്റ് ടാക്ക് ചെയ്ത് പ്ലേസ് ചെയ്യുക. ടാക്ക് വെൽഡ് ഫ്യൂസ് ചെയ്തുകൊണ്ട് ജോയിന്റിന്റെ വലത്തെ അറ്റത്ത് ബ്രേസിംഗ് തുടരുക. ബ്ലോ പൈപ്പ് ഇടതുവശത്തേക്ക് 60 മുതൽ 70 ഡിഗ്രി കോണിലും ഫില്ലർ റോഡ് 30 ഡിഗ്രി മുതൽ 40 ഡിഗ്രി വരെ കോണിലും ട്രാവൽ ലൈനിൽ വയ്ക്കുക.
ബ്ലോ പൈപ്പും ഫില്ലർ റോഡും ജോയിന്റിന് 2 വശങ്ങൾക്കിടയിൽ 45 ഡിഗ്രിയിൽ പിടിക്കണം. ഇത് റൂട്ട് പെനട്രേഷൻ ഉറപ്പാക്കും. ജോയിന്റിലേക്ക് സിൽവർ ബ്രേസിംഗ് അലോയ് പ്രയോഗിക്കുക. അത് ജോയിന്റിലേക്ക് തുല്യമായി ഒഴുകുന്നുവെന്ന് ഉറപ്പാക്കുക. 2 കഷ്ണങ്ങളും ബ്രേസിംഗ് വഴി യോജിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ ഉരുകിയ മെറ്റലിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക. മോൾട്ടൻ പൂൾ രൂപപ്പെടുമ്പോൾ മോൾട്ടൻ പൂളിന്റെ മധ്യഭാഗത്ത് ഫില്ലർ റോഡ് ചേർക്കുക. ബ്ലോ പൈപ്പ് ചെറുതായി വശത്തേക്ക് നീക്കാൻ അനുവദിക്കുക. ഫില്ലർ റോഡ് ഫീഡ് ചെയ്യുന്നതിന് പിസ്റ്റൺ ലൈറ്റ് മൂവ്മെന്റ് പ്രയോഗിക്കുക. റൂട്ടിലും 2 ഷീറ്റിലും പെനട്രേഷൻ സുരക്ഷിതമാക്കാൻ ബ്ലോ പൈപ്പിന്റെയും ഫില്ലർ റോഡിന്റെയും ട്രാവൽ റേറ്റ് ക്രമീകരിക്കുക. അങ്ങനെ ചെയ്യുന്നതിലൂടെ അത് തുല്യമായ ലെഗ് ലെങ്ത് ഉള്ള ഫില്ലറ്റ് വെൽഡ് ഉണ്ടാകും. സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് ബീഡ് വൃത്തിയാക്കുക. ഏതെങ്കിലും സർഫസ് ഡിഫക്ട്സുകൾ അറിയാൻ വെൽഡ് പരിശോധിക്കുക. ഓക്സി അസറ്റിലൈൻ വെൽഡിംഗ് പ്രക്രിയ ഉപയോഗിച്ച് കോപ്പർ ഷീറ്റ് ടി ജോയിന്റ് ഉപയോഗിച്ച് എസ് ഷീറ്റിൽ സിൽവർ ബ്രേസിംഗ് ചെയ്യുന്നതിന് ചില പ്രധാന പോയിന്റുകൾ പിന്തുടരേണ്ടതുണ്ട്. ഫിക്സ്ചറിൽ നിന്ന് ജോബ് നീക്കം ചെയ്യുന്നതിന് ടോങ്സ് ഉപയോഗിക്കുക. റൂട്ട് പെനട്രേഷനും സർഫസ് ഡിഫക്ട്സും പരിശോധിക്കുക. നമുക്കിപ്പോൾ ജോയിന്റ് പരിശോധിക്കാം. യൂണിഫോം വെൽഡ് സൈസ്, excess reinforcement, leg length, porosity, ബ്ലോ ഹോളുകൾ. ഈ ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾ എന്താണ് പഠിച്ചതെന്ന് പെട്ടെന്നൊന്ന് റീക്യാപ്പ് ചെയ്യാം. 150 mm നീളവും 50 mm വീതിയും 2 mm കനവുമുള്ള കോപ്പർ ഷീറ്റും സ്റ്റെയിൻലെസ് സ്റ്റീൽ SS-ഉം തയ്യാറാക്കുക. സിൽവർ ബ്രേസിങ്ങിന് വേണ്ടി ഫ്ലാറ്റ് പൊസിഷനിൽ ടി ജോയിന്റ് സെറ്റ് ചെയ്യുക. പര്യാപ്തമായ അളവിൽ സിൽവർ മെറ്റൽ ഉപയോഗിച്ച് ബീഡ് ഡെപ്പോസിറ്റ് ചെയ്യുക. എന്തെങ്കിലും സർഫസ് ഡിഫക്റ്റുകൾ അറിയാൻ ടി ജോയിന്റിനെ പരിശോധിക്കുക. താങ്ക് യു സ്റ്റുഡൻസ്. നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം.